ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LGS ലെവലിൽ പ്രീവിയസ് ഇയർ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തുന്നത്. 141/2023 എന്ന ചോദ്യപേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകളും 100 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. മാത്സിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഈസിയായി ഉത്തരത്തിലേക്ക് എത്തേണ്ട വിധം കൂടിയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓരോ മാത്സിൻ്റെ ചോദ്യങ്ങളും ചെയ്തു നോക്കി ഉത്തരത്തിലേക്ക് എളുപ്പം എത്തുന്ന മെത്തേഡ് കൂടി നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി നമാമി ഗംഗ. ഓപ്ഷൻ ഡി നമാമി ഗംഗ. 2014 ജൂണിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രണ്ടാമത്തെ ചോദ്യം: 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി യുണൈറ്റഡ് കിങ്ഡം. ഓപ്ഷൻ ബി യുണൈറ്റഡ് കിങ്ഡം. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് ഈ സമ്മേളനം നടന്നത്. ചോദ്യം 3: 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ കൂഴങ്ങൾ. ഓപ്ഷൻ എ കൂഴങ്ങൾ. PS വിനോദ് രാജ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രമാണിതെന്ന് ഓർക്കുക. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? നാലാമത്തെ ചോദ്യം: 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ഉത്തരം ഓപ്ഷൻ സി പോൾ സക്കറിയ. ഓപ്ഷൻ സി പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ഇദ്ദേഹം സക്കറിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം: 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ്, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ബജറ്റായിരുന്നു 2021-22 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ആറാമത്തെ ചോദ്യം: റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. ഉത്തരം ഓപ്ഷൻ സി AN 225 മരിയ. AN 225 മരിയ. മരിയ എന്നാൽ ഉക്രൈൻ ഭാഷയിൽ സ്വപ്നം എന്നാണ് അർത്ഥം. ഏഴാമത്തെ ചോദ്യം: 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. ഉത്തരം ഓപ്ഷൻ ബി PR ശ്രീജേഷ്. ഓപ്ഷൻ ബി PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറായ ഇദ്ദേഹം ഖേൽരത്ന നേടുന്ന 3ാമത്തെ മലയാളിയാണ്. എട്ടാമത്തെ ചോദ്യം: നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. 2023 ആൻസർ കീ പ്രകാരം. ഉത്തരം ഓപ്ഷൻ സി AN ഷംസീർ ആണ്. AN ഷംസീർ. 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം: 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ഖത്തർ. ഓപ്ഷൻ ഡി ഖത്തർ. ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീനയാണ് കിരീടം നേടിയതെന്ന് ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യം: നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ. 2023 ആൻസർ കീ പ്രകാരം. ഉത്തരം ഓപ്ഷൻ ബി സിറിയക് ജോസഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണെന്ന് ഓർത്തിരിക്കുക.
11 കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി മലബാർ തീരസമതലം. മലബാർ തീരസമതലം എന്ന പേരിലാണ്. തമിഴ്നാട് തീരം കോറമാൻഡൽ തീരമെന്നും ഗോവ മഹാരാഷ്ട്ര തീരം കൊങ്കൺ തീരമെന്നും അറിയപ്പെടുന്നുണ്ട്. 12ാമത്തെ ചോദ്യം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ദ്വീപസമൂഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണിത്. തലസ്ഥാനം കവരത്തിയാണ്. 13 വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരായന രേഖ. ഓപ്ഷൻ ബി ഉത്തരായന രേഖ. ഇത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 14 ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഉത്തരം ഓപ്ഷൻ ഡി മാന്നാർ കടലിടുക്ക്. ഓപ്ഷൻ ഡി മാന്നാർ കടലിടുക്ക്. പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. 15 ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോട്ടപ്പുറം. ഇത് പൂർണ്ണമായും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്. 16 കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തോറിയം. ഓപ്ഷൻ ബി തോറിയം. തീരപ്രദേശത്തെ അഥവാ തീരദേശത്തെ മോണോസൈറ്റ് മണലിൽ നിന്നാണ് തോറിയം വേർതിരിച്ച് എടുക്കുന്നത്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ ഹൈ. ഓപ്ഷൻ ഡി മുംബൈ ഹൈ. 18 കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. ഉത്തരം ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല. ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല. വ്യവസായങ്ങൾ ദ്വിതീയ മേഖലയിലും സേവന മേഖല തൃതീയ മേഖലയിലുമാണ് ഉൾപ്പെടുന്നത്. 19 ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഓപ്ഷൻ സി തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. തിരുവനന്തപുരത്തെ തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ 1963 സ്ഥാപിതമായത്. ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ചോദ്യം 20 ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ. ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ എന്നാണ്. ഇത് 2023 ആൻസർ കീ പ്രകാരമാണ്. ഓർത്തിരിക്കുക. അടുത്തത് 21ാമത്തെ ചോദ്യം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ഓപ്ഷൻ ഡി ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം എടുത്തിട്ടുള്ളത്. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആദ്യമായി ആലപിച്ചത് എവിടെയാണ്? 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. 22 ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഉത്തരം ഓപ്ഷൻ എ 52 സെക്കൻഡ്. ഓപ്ഷൻ എ 52 സെക്കൻഡ്. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇതിന്റെ ചുരുങ്ങിയ രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് മതിയാകും. 23 ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഓപ്ഷൻ സി 42ാം ഭേദഗതി. 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലഘു ഭരണഘടന എന്നാണ് വിളിക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 11 മൗലിക ചുമതലകളാണ് കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ചോദ്യം 24 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഉത്തരം ഓപ്ഷൻ ബി തുല്യ
തുല്യവേതനത്തിനുള്ള അവകാശം. തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം എന്നതാണ് ഉത്തരം. ഇതൊരു മൗലിക അവകാശമല്ല, മറിച്ച് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 39D പ്രകാരം ഉൾപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കുക. 25-ാം ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 86-ാം ഭേദഗതി. ഓപ്ഷൻ എ 86-ാം ഭേദഗതി. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്തത് 26-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി സ്വത്തവകാശം. ഓപ്ഷൻ ഡി സ്വത്തവകാശം. 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. നിലവിൽ ഇത് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമാവകാശം മാത്രമാണ്. 27-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 32-ാം വകുപ്പ്. ഓപ്ഷൻ ബി 32-ാം വകുപ്പ്. ആർട്ടിക്കിൾ 32-നെയാണ് അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരമാണ് ഈ വകുപ്പ് വഴി ലഭിക്കുന്നത്. 28-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? ഓപ്ഷൻ ഡി 2005. 2005 ജൂണിലാണ് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം 2005 ഒക്ടോബർ 12 മുതലാണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. 29-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ഇതാണ്: മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നതാണ് തെറ്റായ പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണിത്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണെന്ന് ഓർത്തിരിക്കുക. ഇതിന് ശിക്ഷിക്കാൻ അധികാരമില്ല, മറിച്ച് നടപടികൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെയോ കോടതിയെയോ ശുപാർശ ചെയ്യാനേ അധികാരമുള്ളൂ എന്ന് ഓർത്തിരിക്കുക. 29 കഴിഞ്ഞു. 30-ാമത്തെ ചോദ്യമാണ് അടുത്തത്. ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏതു ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏതു ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ സി 22 ജൂലൈ 1947. 22 ജൂലൈ 1947 ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ ആണെന്നും കൂടി ഓർത്തിരിക്കുക. 31. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ എ പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. 32. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ ആണ് പ്രശസ്തമായ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് 33.
തരിസാപ്പള്ളി ലിഖിതം തയ്യാറാക്കിയത് ആരാണ്? തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികളാണ്. AD 849 സ്ഥാണു രവിവർമ്മയുടെ ഭരണകാലത്ത് ഈ ചേപ്പേട് പുറപ്പെടുവിച്ചത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ലിഖിത രേഖകളിൽ ഒന്നാണ്. 34-ാമത്തെ ചോദ്യം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണിത് പുറപ്പെടുവിച്ചത്. അപ്പം 34 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തത് നോക്കാം. 35-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിഭായി. റാണി ഗൗരി പാർവതിഭായി. 1817 വിദ്യാഭ്യാസ വിളംബരത്തിലൂടെയാണ് ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കമിട്ടത്. 36 രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ട്. 1847 തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇത് മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ്. 37 തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. 1946 ഒക്ടോബറിലാണ് ഇത് നടന്നതെന്ന് ഓർത്തിരിക്കുക. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെ നടന്ന സമരമാണിത്. 38 മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. ഉത്തരം ഓപ്ഷൻ ബി ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 39 കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. 40-ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. ഓപ്ഷൻ ബി 1891. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891. സർക്കാർ ജോലികളിൽ മലയാളികൾക്ക് മുൻഗണന വേണമെന്നാവശ്യപ്പെട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണിത്. ഇതിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. 41-ാമത്തെ ചോദ്യം. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ സി ഓസ്ട്രേലിയ. ഓപ്ഷൻ സി ഓസ്ട്രേലിയയാണ്. സ്പിൻ മാന്ത്രികൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 708 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 42-ാമത്തെ ചോദ്യം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്. ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്. ചൈനയുടെ ദേശീയ കായിക വിനോദം കൂടിയാണ് ടേബിൾ ടെന്നീസ്. 43-ാമത്തെ ചോദ്യം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ഓപ്ഷൻ എ ധ്യാൻചന്ദ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ ആരാണ്? ധ്യാൻചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. 44 പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ സി വയനാട്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. അടുത്തത് 45-ാമത്തെ ചോദ്യം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ എന്നുകൂടി ഓർത്തിരിക്കുക. 46 കേരളത്തിലെ നാടുകളെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതം. ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതം. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലിരുന്ന ഒരു ലിപി രൂപമാണിത്. തെക്കൻ ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ചോദ്യം 47 കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മൂലമറ്റം. ഓപ്ഷൻ ഡി മൂലമറ്റം. ഇടുക്കി ജില്ലയിലെ ഭാഗമാണിത് എന്നുകൂടി ഓർത്തിരിക്കുക. 48 പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖയെന്നും അറിയപ്പെടുന്നു. 49 5 തിണകളിൽ
നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കടൽ തീരം. ഓപ്ഷൻ ഡി കടൽ തീരം. സംഘകാലത്തെ മറ്റ് തിണൈകളാണ് കുറിച്ചി മലമ്പ്രദേശത്തെ, മുല്ല കാടിനെ, മരുതം വയലിനെ, പാലൈ വരണ്ട പ്രദേശത്തെ എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 50-ാമത്തെ ചോദ്യം. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഉമണർ. ഓപ്ഷൻ എ ഉമണർ. ഇവർ വണ്ടികളിൽ ഉപ്പ് കയറ്റിക്കൊണ്ട് പോയി മറ്റ് സ്ഥാനങ്ങൾ കൈമാറ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ബാർട്ടർ സംവിധാനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സംഘകാലത്തെ ഉപ്പു വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്ന പേരിലാണ്. 51-ാമത്തെ ചോദ്യം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. 1856 ബ്രിട്ടീഷുകാര് അവധ് പിടിച്ചെടുത്തത്. 52-ാമത്തെ ചോദ്യം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി ബൽഗാം. ഓപ്ഷൻ ബി ബൽഗാം. 1924 നടന്ന ഈ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 53. ഇന്ത്യ വിങ്സ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. 54. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ചാണ് അദ്ദേഹം ഇത് ആഹ്വാനം ചെയ്തത്. 55-ാമത്തെ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓപ്ഷൻ സി ക്ലെമന്റ് അറ്റ്ലി. ഓപ്ഷൻ സി ക്ലെമന്റ് അറ്റ്ലിയാണ്. ലേബർ പാർട്ടി നേതാവായ ഇദ്ദേഹം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. 56-ാം ചോദ്യം. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. ഉത്തരം ഓപ്ഷൻ സി ദാമിൻ ഇ കോഹ്. ദാമിൻ ഇ കോഹ് എന്നാണ് ഉത്തരം. 1855 നടന്ന സാന്താൾ കലാപം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള പ്രധാന സമരങ്ങളിൽ ഒന്നായിരുന്നു. 57-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 നടന്ന ഈ യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി. 58-ാമത്തെ ചോദ്യം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ ബി വില്യം ബെനഡിക്ട് പ്രഭു. ഓപ്ഷൻ ബി വില്യം ബെനഡിക്ട് പ്രഭു. 1829 രാജാറാം മോഹൻ റോയിയുടെ പരിശ്രമ ഫലമായാണ് സതി നിരോധിച്ചത്. 59-ാമത്തെ ചോദ്യം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 പൂനെയിൽ വെച്ചാണ് അദ്ദേഹം ഈ സംഘടന രൂപീകരിച്ചത്. 60-ാമത്തെ ചോദ്യം. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു ഇദ്ദേഹം. 61. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഇനാമൽ. ഓപ്ഷൻ ബി ഇനാമൽ. പല്ലുകളുടെ പുറംകവചമായ ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ്. 62-ാമത്തെ ചോദ്യം. പ്രായപൂർത്തിയായ ഒരു സാധാരണക്കാരന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 8. ഓപ്ഷൻ സി 8. മുകളിലത്തെ നിലയിൽ 4ഉം താഴത്തെ നിലയിൽ 4ഉമാണ്. എന്നിങ്ങനെയാണ് ടോട്ടൽ 8 എണ്ണമായത്. 63-ാമത്തെ ചോദ്യം. ഏതു ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം സി. ജീവകം സിയുടെ കുറവ് മൂലമാണ് മനുഷ്യരിൽ മോണയിൽ നിന്നുള്ള പഴുപ്പ്, രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കിർവി എന്നുകൂടി ഓർക്കുക. 64.
കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി സുകൃതം. ഓപ്ഷൻ ഡി സുകൃതം. സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത്. 65. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏത്? താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ എന്നാണ് ചോദ്യം. 1 കുഷ്ഠം, അടുത്തത് കോളറ. ഓപ്ഷൻ എ 1, 3 എന്നിവയാണ് ഉത്തരമായിട്ട് വരുന്നത്. മലമ്പനിയും മന്തും കൊതുക് വഴി പരത്തുന്നവയാണ്. കുഷ്ഠം വായുവിലൂടെയും കോളറ മലിനമായ ജലത്തിലൂടെയുമാണ് പകരുന്നതെന്ന് ഓർത്തിരിക്കുക. 66-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതു ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. ഓപ്ഷൻ ബി കോഴിക്കോട്. 67. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ്? ഉത്തരം ഓപ്ഷൻ സി 78%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. രണ്ടാമത് ഓക്സിജൻ ആണ് കാണപ്പെടുന്നത്. 21% ഓക്സിജന്റെ അളവ്. 68. ചന്ദ്രശങ്കര എന്നത് ഏതു സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ്. ഓപ്ഷൻ ഡി തെങ്ങ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ, വെസ്റ്റ് കോസ്റ്റ് ടോൾ, ചൗക്കട്ട് ഓറഞ്ച് ഡ്രാഫ്റ്റ് എന്നിവ തമ്മിൽ സങ്കരപ്പെടുത്തുമ്പോഴാണ് ചന്ദ്രശങ്കര എന്ന തെങ്ങിന്റെ പുതിയ ഇനം രൂപപ്പെടുന്നത്. 69. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതിന്റെ രാസസൂത്രം H2O2 എന്നാണ്. മണ്ണിലുള്ള ജൈവാംശമുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും. 70-ാമത്തെ ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച് 21. ലോക വനദിനം മാർച്ച് 21 മാർച്ച് 22 ലോക ജനദിനമായും മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായും ആചരിക്കുന്നു. 71. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ. 1803 ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത്. ജെ തോംസൺ ആണ് ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്. 72. സിങ്കിന്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കലാമിൻ. 73. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹൈഡ്രജന് ശേഷം ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹീലിയം. കത്താത്ത വാതകമായതിനാലാണ് ഇത് ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. 74-ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം? ഉത്തരം ഓക്സിജൻ. ഓപ്ഷൻ ബി ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കൺ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. 75. വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡിനെ വിളിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററികളിലാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത്. 76. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതു സമവാക്യമാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വേഗത ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം. വേഗത കാണാനുള്ള ഇക്വേഷൻ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം എന്നാണ്. ഇവിടെ തന്നിട്ടുള്ളത് ദൂരം ഇൻറ്റു ഗുണനം സമയം എന്നാണ്. അത് തെറ്റാണ്. വേഗത കാണാനുള്ള ഇക്വേഷൻ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. 77. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. അതുപോലെ തന്നെ വാട്ട് എന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്നത് ബലത്തിന്റെയും ആംപിയർ വൈദ്യുത പ്രവാഹത്തിന്റെയും യൂണിറ്റ് ആണ്. 78-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഓപ്ഷൻ ഡി ISRO. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. ആസ്ഥാനം ബാംഗ്ലൂരാണ്. 79. മനുഷ്യന്റെ ശരാശരി
ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഇത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടാണ് പറയുന്നത്. കെൽവിൻ സ്കെയിലിൽ ഇത് 310.15 കെൽവിൻ ആണ്. 80-ാമത്തെ ചോദ്യം. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പി = 1/f. ഫോക്കസ് ദൂരത്തിന്റെ വിപരീത അനുപാതമാണ് ലെൻസിന്റെ പവർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. 81 മുതൽ മാത്സിന്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചോദ്യവും ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. 81-ാമത്തെ ചോദ്യം. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ, n² എന്ന് നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് പഠിച്ചു വന്നതാണ് അല്ലേ? അപ്പം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 21 ആണ്. 1 മുതൽ 21 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 21² ആണ് നമുക്ക് കാണേണ്ടത്. n-ന്റെ വാല്യൂ 21 ആണ്. n² എന്ന് പറയുമ്പം 21². ഉത്തരം 441. ഓപ്ഷൻ ബി 441 എന്ന് ഉത്തരം കിട്ടും. 82-ാമത്തെ ചോദ്യം. 1000-ന്റെ വർഗത്തിന്റെ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും? 1000-ന്റെ വർഗം എന്ന് പറയുമ്പം 1000² എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1000-ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടാകും എന്നാണ് ഉത്തരം 6 പൂജ്യം. ഓപ്ഷൻ സി 6 പൂജ്യം. 83-ാമത്തെ ചോദ്യം. 90 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും? 90 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കിലോമീറ്ററിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ 90 × 5/18 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഉത്തരം മീറ്ററിന് കിട്ടും, 25 മീറ്ററിന് കിട്ടും. ഓപ്ഷൻ ഡി 25. ഓപ്ഷൻ ഡി 25. 84-ാമത്തെ ചോദ്യം. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കറിയാം നമ്മളിവിടെ കാണേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ആണ്. 6, 8, 10 എന്നീ സംഖ്യകളുടെ LCM ആണ് നമുക്ക് ഉത്തരമായിട്ട് ഓപ്ഷൻ എ 120 എന്ന് കിട്ടുന്നത്. ഓപ്ഷൻ എ 120. 85-ാമത്തെ ചോദ്യം. 3:4:5 ആയാൽ 6:8 എത്രയെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യ അനുപാതത്തിലെ ഓരോ സംഖ്യയും രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ 3:4, അതായത് 3-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 6 കിട്ടി. 3-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. ഇനി 4-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 കിട്ടി. 4-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓപ്ഷൻ സി 10 ആണ് ഉത്തരം. ഇവിടെ ചെയ്യേണ്ട വിധം കൊടുത്തിട്ടുണ്ട്. അടുത്തത് 86-ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗു 300-ഉം ഉസാഗ 10-ഉമാണ്. അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണ്? ഒരുപാട് ചോദ്യങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 സംഖ്യകളുടെ ഗുണനഫലവും ആ സംഖ്യകളുടെ ലസാഗയും ഉസാഗയും തമ്മിലുള്ള ഗുണനഫലവും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? A × B = LCM × HCF എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ A എന്ന് പറഞ്ഞ് 60 തന്നിട്ടുണ്ട്. 60 × B = 300 × 10. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ ബി 50 എന്നാണ്. ഓപ്ഷൻ ബി 50 എന്നാണ്. അടുത്ത ചോദ്യം 87-ാമത്തെ ചോദ്യം. 1/8 + 1/9 = 1/x ആയാൽ x-ന്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1/8ഉം 1/9ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ 1/x ആയാൽ x-ന്റെ വാല്യൂ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 72/10
17 72/17 എന്നാണ് ഉത്തരം. ചെയ്യേണ്ട വിധം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, നോക്കുക. 88ാമത്തെ ചോദ്യം. √x + √64 = 9.1 ആയാൽ എക്സിന്റെ വില. √x + √64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √x + 8 എന്ന് എഴുതാം അല്ലേ? √64 8 ആണ്, = 9.1. ഇതിൽ നിന്ന് √x പുറത്തേക്ക് എടുക്കുമ്പോൾ 9.1 - 8 എന്ന് പറഞ്ഞാൽ 1.1 ആണ്. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കാൻ പറ്റും? എക്സിന്റെ വാല്യൂ 1.21. ഓപ്ഷൻ ഡി 1.21 ആണ് ഉത്തരം. 89ാമത്തെ ചോദ്യം. 10:102 ആയാൽ 20:. എങ്ങനെ കാണാം? 10ഉം 102ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ന്റെ കൂടെ നമ്മൾ 2ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 102 എന്ന് കിട്ടും. 102. അതുപോലെ തന്നെ അടുത്തത് ചെയ്ത് നോക്കാം. 20 സ്ക്വയർ. 20 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ് അല്ലെ? 20 സ്ക്വയർ 400 ആണ്. ഈ 400 + 2 ഉത്തരം 402 എന്ന് കിട്ടും. ഉത്തരം 402. ഓപ്ഷൻ ബി 402 ആണ് ഉത്തരം. അടുത്ത ചോദ്യം 90. 1.25 × 1.25 - 2 × 1.25 × 0.25 പ്ലസ് 0.25 × 0.25. ഇതൊരു ഇക്വേഷന്റെ രൂപത്തിലാണ് കിടക്കുന്നത്. എന്താണ്? a² - 2a². നോക്കിയേ, a² - 2ab + b² എന്നല്ലേ വന്നിരിക്കുന്നത്. ഇതിന് a എന്ന് കൊടുത്താൽ ഇത് a² ആണ്, ഇത് 2ab ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇത് b² ആണ്. എങ്ങനെയാ വന്നിരിക്കുന്നത്? a - b (² എന്നുള്ള ഇക്വേഷന്റെ രൂപത്തിലാണ് ഇവിടെ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 1 എന്ന് കിട്ടും. ഓപ്ഷൻ സി 1. അടുത്തത് 91ാമത്തെ ചോദ്യം. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ഉത്തരത്തില് കൂട്ടത്തിൽപ്പെടാത്തത് 72 ആണ്. ഓപ്ഷൻ എ 72. കാരണം എന്താണ്? 8 എന്ന് പറഞ്ഞാല് 2³ ആണ്. 2³ ആണ്. 32 എന്ന് പറഞ്ഞാൽ 2⁵ ആണ്. 64 എന്ന് പറഞ്ഞാൽ 2⁶ ആണ്. 72ന് അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ എ കൂട്ടത്തിൽപ്പെടാതെ നിൽക്കുന്നത്. 72 ആണ് ഉത്തരം വരുന്നത്. 92ാമത്തെ ചോദ്യം. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്ര? ഇവിടെ വിറ്റ വില നമുക്ക് കാണാം. 720 രൂപയ്ക്കാണ് വിറ്റതെന്ന് പറഞ്ഞു. ലാഭം 20% ആണെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിയ വില കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 720 × 100 / 120. ഉത്തരം 600 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 600 എന്നാണ് ഉത്തരം കിട്ടുന്നത്. വാങ്ങിയ വില 600 ആണ്. 93ാമത്തെ ചോദ്യം. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോയാണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോയായി എങ്കിൽ മാറിയ ആളുടെ ഭാരം എത്ര? ഈസിയാണ്. ആദ്യം നമ്മൾ 30 പേരുടെ ആകെ ഭാരം കാണണം. 30 × ശരാശരി എത്രയാണ്? 60 kg ആണെന്ന് പറഞ്ഞു. 1800 കിലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാളെ മാറ്റുമ്പം 30ൽ നിന്ന് ഒരാൾ കുറയുമ്പം 29 പേര്. ഇനി 29 പേരുടെ ശരാശരി ഭാരം തന്നിട്ടുണ്ട്. 29 × 60.5 എടുത്താൽ 29 പേരുടെ ആകെ ഭാരം 1754.5 കിലോ എന്ന് വരും. ഇതിൽ നിന്ന് മാറ്റിയ ആളുടെ ഭാരം കാണാൻ എളുപ്പം കണ്ടുപിടിക്കരുതോ? 29 പേരുടെ ആകെ ഭാരത്തിൽ നിന്നും 30 പേരുടെ ആകെ ഭാരത്തിൽ നിന്നും 29 പേരുടെ ആകെ ഭാരം കുറയ്ക്കുക. ഉത്തരം 45.5 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 45.5 കിലോ. അടുത്തത് 94ാമത്തെ ചോദ്യം. 1 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? വളരെ എളുപ്പമാണ്. ചരടിന്റെ നീളം എത്ര പറഞ്ഞിട്ടുണ്ട്? 16 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 16 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടും 1600 സെന്റിമീറ്റർ. 1600 സെന്റിമീറ്ററിൽ നിന്നും ഒരു കഷ്ണത്തിന്റെ നീളം അവർ പറഞ്ഞിട്ടുണ്ട് 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടെത്താം? 1600 / 80. ഉത്തരം 20. ഓപ്ഷൻ എ 20 എണ്ണം. 20 എണ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും.
95. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്നു. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ ഹരിക്കേണ്ട സംഖ്യകളും ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അതായത് 5 - 4 1ആണ്, 4 - 3 1ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2, 3, 4, 5. അതായത് 2, 3, 4, 5. ഈ 4 സംഖ്യകളുടെ LCM എടുക്കുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഉത്തരം നമുക്ക് ഓപ്ഷൻ സി 59 എന്ന് കിട്ടും. ഓപ്ഷൻ സി 59. 96ാമത്തെ ചോദ്യം. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്രയാണ്? നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം കണ്ടുപിടിക്കുക. നഷ്ടം എങ്ങനെ കണ്ടുപിടിക്കും? വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് നഷ്ടം എത്ര കിട്ടും? നഷ്ടം കിട്ടുന്നത് 520 എന്ന് കിട്ടും. അപ്പോൾ 520 ഡിവൈഡഡ് ബൈ 6500 ഇൻറ്റു 100 ചെയ്യുക. ഉത്തരം നമുക്ക് 8% എന്ന് കിട്ടും. ഓപ്ഷൻ ബി 8%. അടുത്തത് 97ാമത്തെ ചോദ്യം. 1, 1, 2, 3, 5, 8 -21. ഇത് ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ച് വന്നതാണ്. 1 1 കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടും. 2 1 കൂട്ടുമ്പോൾ 3 കിട്ടും. 3 2 കൂട്ടുമ്പോൾ 5 കിട്ടും. 5 3 കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. 8 5 13. ഓപ്ഷൻ എ 13 എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ സംഖ്യകൾ തമ്മിൽ തൊട്ടു മുമ്പിലെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലാണ് സംഖ്യകൾ കിട്ടുന്നത്. 1 1 കൂട്ടി 2 കിട്ടി, 2 1 കൂട്ടി 3 കിട്ടി, 3 2 കൂട്ടി 5 കിട്ടി, 5 3 കൂട്ടി 8 കിട്ടി. 8ന്റെ കൂടെ 5 കൂട്ടുക, 13 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ എ 13. അടുത്തത് 98ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. മാർഗോ എന്നത് 38,621 എന്ന് എഴുതി. കിങ്ങിനെ എന്നത് 4752 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഗോയിങ്ങിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി 21,752 എന്ന് ഉത്തരം വരും. അടുത്ത ചോദ്യം 99ാമത്തെ ചോദ്യമാണ്. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 300 km/മണിക്കൂർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 220 km/മണിക്കൂർ വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി ദൂരം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ ആണ് 2x/x + y. x എന്നുള്ളത് 30ഉം y എന്നുള്ളത് നമ്മൾ 20ഉം എന്നെടുക്കുന്നു. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി 24 km/മണിക്കൂർ എന്ന് കിട്ടും. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ ആണ് 2x/x + y. ഉത്തരം 24 km/മണിക്കൂർ. 100ാമത്തെ ചോദ്യം നോക്കാം. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകന് 13 വയസ്സ് ഉണ്ട്. ഇളയ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം എത്ര? ഇവിടെ ഈസിയാണ്. ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. പേനയുടെയും പെൻസിലിന്റെയും ഒന്നും ആവശ്യം പോലും ഇല്ലാതെ കണ്ടെത്താം. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മൂത്ത മകൻ, ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. അപ്പൊ മൂത്ത മകൻ ജനിക്കുമ്പോൾ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 34 വയസ്സ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടേ 34. മൂത്ത മകൻ ജനിച്ചപ്പോൾ 34 വയസ്സ്. ഇളയ മകൻ ജനിക്കുമ്പോൾ മൂത്ത മകന് 8 വയസ്സ്. നോക്കിയേ, മൂത്ത മകന് 8 വയസ്സുള്ളപ്പോഴാണ് ഇളയ മകൻ ജനിച്ചു. അപ്പോൾ അച്ഛന്റെ വയസ്സ് എത്രയാണ്? 34ന്റെ കൂടെ 8 കൂടെ കൂട്ടണം. എത്ര കിട്ടി? 42 വയസ്സുണ്ട് അച്ഛന്. ഇളയ മകൻ ജനിക്കുമ്പോൾ 42 വയസ്സ് അപ്പോൾ അച്ഛനുണ്ട്. ഇപ്പോൾ ഇളയ മകന് 13 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എത്ര വയസ്സുണ്ട്? 42ന്റെ കൂടെ 13 കൂടെ കൂട്ടുമ്പോൾ 55 വയസ്സാണ് ഇപ്പോൾ അച്ഛനുള്ളത്. എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം എത്ര? 55 + 10 65. ഓപ്ഷൻ സി 65 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ സി 65. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്